ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ മാറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 എണ്ണം മെറൂൺ കളറിലുള്ള വൂളൻ ത്രെഡ്, അതുപോലെ 3 യെല്ലോ കളറിലുള്ള വൂളൻ ത്രെഡുമാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്നിന് 10 രൂപയായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്നിന് 7 രൂപയോ 8 രൂപയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മെറൂൺ കളറിലുള്ള 6 എണ്ണവും യെല്ലോ കളറിലുള്ള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. മാറ്റിന് കുറച്ചധികം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതാണ്. യെല്ലോ കളറിൽ 6 എണ്ണവും മെറൂൺ കളറിൽ 12 എണ്ണവും വാങ്ങാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വലിപ്പത്തിന് എത്രത്തോളം വലിപ്പം വേണം മാറ്റിന് അതിനനുസരിച്ചിട്ട് വൂളൻ ത്രെഡിൻ്റെ എണ്ണം കൂട്ടാം. നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ നിന്നും പോംപോമാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് മെറൂണിൽ നിന്നും ഇതുപോലെ ത്രെഡൊന്ന് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ 4 വിരലിന് കണക്കാക്കി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചുറ്റുന്നത് നല്ല ടൈറ്റിലും അല്ല നല്ല ലൂസിലും അല്ല കേട്ടോ, ഒരു മിനിമം പാകത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇതുപോലെ ഒരു 45 തവണ അല്ലെങ്കിൽ 50, 45ൻ്റെയും 50ൻ്റെയും ഇടയ്ക്ക് ഇതുപോലെ ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കറക്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 47 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തു. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു പീസ് ഇത് സെൻറ്റർ ഭാഗം കെട്ടിയെടുക്കാൻ വേണ്ടി വേണം. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു പീസ് ത്രെഡ് കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കൈയുടെ കുറച്ചൊരു വലുപ്പത്തിലാണ് ഞാനിവിടെ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ നൂലിനെ പതുക്കെ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഈ 2 വിരലിൻ്റെ കണ്ടില്ലേ, ഈ 2 വിരലിലേക്കായിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡിനെ ഈ വിരലിൻ്റെ ഗ്യാപ്പിലൂടെ ഒന്ന് അകത്തേക്ക് വെച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ റോള് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ത്രെഡിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ഒന്ന് കെട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ, അധികം പണിയൊന്നുമില്ല. 2-3 എണ്ണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ എയിമായിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ ത്രെഡ് വെച്ചൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം വിരലിൽ നിന്നും ഇതുപോലെ ഒന്ന് ഊരിയെടുത്തു. ഇനി അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ് വേണ്ടത്. ഓക്കെ, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ത്രെഡ് കൊണ്ട് തന്നെയാണ് കെട്ടി വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇരുവശങ്ങളിലും ഈ ത്രെഡ് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതുപോലെ ഒന്ന് എല്ലാ ത്രെഡും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൽ എക്സ്ട്രാ വരുന്ന നൂലെല്ലാം നമ്മൾ അതായത് എല്ലാം ഒപ്പത്തിനൊപ്പം തന്നെ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്രത്തോളം പോംപോം വേണമോ അത്രത്തോളം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 47 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക. എന്നിട്ട് നമുക്ക് ഇരുവശങ്ങളിലും ആ ത്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളത്ര പോംപോംസ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു സമയം വേണ്ടതായിട്ട് തോന്നും. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ TV കാണുമ്പോഴോ അങ്ങനെയൊക്കെ ഈ ഒരു പോംപോം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് 2.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുമുള്ള അല്പം കട്ടിയുള്ളൊരു ഫാബ്രിക് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് അതൊന്ന് 4ആയി മടക്കി ഒന്ന് കേർവ് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. 2.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുമാണ് ഈ ഒരു പീസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഒന്ന് ഇതുപോലെ 4ആക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം
നമുക്കിതിൻ്റെ അരികുവശം ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയൊരു റൗണ്ട് ഷേപ്പാണ് കിട്ടുക. ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പോം ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് കറക്റ്റ് നമ്മുടെ പോമിൻ്റെ സെൻറ്റർ ഭാഗവും ഈ ഒരു പേപ്പർ പീസിൻ്റെ സെൻറ്റർ ഭാഗവും ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് ഇതുപോലെ എക്സ്ട്രാ പുറത്തേക്ക് വരുന്ന ത്രെഡ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു വശം നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ പോമിന് ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്നുകൂടി ഒന്ന് ഇടയിൽ നിന്ന് ഇതുപോലെ നിവർത്തിയെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തും ഈ ഒരു രീതിയിൽ തന്നെ പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ പുറത്തേക്ക് നിൽക്കുന്ന ത്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പോമെല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സെയിം അളവിലുള്ള പോം കിട്ടും. ഇതിപ്പം ജസ്റ്റ് ഞാൻ ആ വലിപ്പത്തിനനുസരിച്ചിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാനാണ് ഇതുപോലെ ഫാബ്രിക് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കുറ്റം കണ്ടുപിടിക്കാനും ഒരുപാട് പേരുണ്ടാവും. എന്ന് വെച്ചാൽ കറക്റ്റ് പോം അല്ല എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഫ്ലോർ മാറ്റ് ചെയ്തെടുക്കാനാണ് കറക്റ്റ് പോം ആകുമ്പോൾ നമുക്ക് ഒത്തിരി ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒത്തിരി പൈസയുടെ ചിലവും ആവും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ ഫ്ലോറിൽ ഇടാനുള്ള സംഭവമല്ലേ, അത്യാവശ്യം ഭംഗിയുണ്ടാവും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന ത്രെഡും നമ്മൾ ഈ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് ഒരു ഭാഗത്ത് തന്നെ എടുത്ത് വെക്കാം. ഓക്കെ, ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ത്രെഡ് വേസ്റ്റ് ആയി പോകില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ത്രെഡെല്ലാം വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ത്രെഡ് ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു പോം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടെല്ലാം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് ഓരോരുത്തർക്കും ഓരോ ഡിസൈന് ഐഡിയകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ഇതുപോലെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം അധികം പോമുണ്ട് അത്രത്തോളം ഭംഗിയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അത് ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതുപോലെ എത്രത്തോളം പോമുണ്ട് ആ ഒരു അത്രത്തോളം എണ്ണത്തിനനുസരിച്ചിട്ട് വലിപ്പം കൂട്ടി നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ റൗണ്ട് ഫ്ലോർ മാറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് ഇതുപോലെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ത്രെഡ് ഇതുപോലെ ഒരു കവറിൽ വെച്ചിട്ട് കറക്റ്റ് സ്ക്വയറിൽ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് വീതം അരികുവശങ്ങൾ വലിപ്പമുള്ള 2 പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് അരികുവശം മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പുറം തിരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ത്രെഡിനെ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിനകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ത്രെഡ് വെച്ചെടുത്തിട്ടുള്ള കവറിനേക്കാൾ അരികുവശങ്ങൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് വിരിച്ചെടുത്തിട്ടുള്ളത്. മനസ്സിലാവാതെ നിൽക്കണ്ട വിചാരിച്ചിട്ടാട്ടോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്ററിൽ വെച്ചെടുത്തു. എന്നിട്ട് യെല്ലോ കളറിലുള്ള ഈ ഒരു പോം ഇതിന് ചുറ്റിലും ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഷേപ്പിലാണോ ഈ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് നമ്മുടെ ഫാബ്രിക്കിൻ്റെ മുകളിൽ പോം വെച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു കണ്ടില്ലേ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ നമ്മുടെ യെല്ലോ കളർ വെച്ചെടുത്തു. അതിന് ചുറ്റിലുമായിട്ട് മെറൂൺ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് എക്സ്ട്രാ ഓരോ ലെയർ കൂടി ഇതുപോലെ പോം വെച്ചെടുത്തു. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ ഇപ്പോൾ ഫ്ലോർ മാറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് നമ്മുടെ ഫാബ്രിക്കിന് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശത്തിലൂടെ നമ്മളിപ്പോൾ പോം വെച്ചെടുത്ത അതിൻ്റെ അരികുവശത്തിലൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്ക് കൊടുത്ത് നമുക്ക് ചുറ്റിലും ഒന്ന് ഈ ഒരു ഫാബ്രിക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം.
ഓക്കെ, ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതേ നമ്മൾ ഈ വിരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കിന് ചുറ്റിലും കൂടി കറക്റ്റൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ ഫാബ്രിക്കിനെ ഞാനൊന്ന് കറക്റ്റ് ഇതുപോലെ ഒന്ന് നടുമടക്കി എന്നിട്ട് ഈ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഈ ഒരു വശത്തേക്ക് കൂടി ഫാബ്രിക്കിനെ മടക്കി ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കപ്പോൾ നമ്മുടെ ഡോർമാറ്റ് കിട്ടുക. നമ്മളിത് ഇതുപോലെ വരച്ചെടുക്കുന്നത് കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അരികു വശങ്ങൾ ഒരു 1/2 ഇഞ്ച് വീതം അകത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വീതം വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൂടാതെ നമ്മളിതേ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ ഒരു 1/2 ഇഞ്ച് വിട്ട് 4 വശങ്ങൾ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിലൊരു 2 ഇഞ്ച് ക്യാപ്പ് കൊടുക്കണം. അതിലൂടെ വേണം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ പുറം തിരിച്ചെടുക്കാൻ. അപ്പോൾ ഇതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പീസിൻ്റെ അരികു വശങ്ങൾ ഒരു 1/2 ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. കൂടാതെ ഈ ഒരു പീസിൻ്റെ അരികു വശങ്ങൾ കണ്ടില്ലേ, ഒരു 2 ഇഞ്ച് ക്യാപ്പ് വിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിനെ പുറം തിരിച്ചെടുക്കണം. അതിനു മുമ്പായി കോണായി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് ഉള്ള ഒരു ഭാഗത്തിലൂടെ ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുത്തു. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ട് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേസ്റ്റ് ത്രെഡെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഇതിൻ്റെ അകം വശത്തേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫാബ്രിക്കിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്ക്വയർ പീസിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ സെൻറ്റർ ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിന് ചുറ്റിലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മെഷീനിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമുക്കിതേ നമ്മുടെ പോംപോമിനെ ഇതുപോലെ നമ്മൾ വിചാരിച്ച ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അതിന് ശേഷം ഒന്നെങ്കിൽ കൈകൊണ്ട് തുന്നിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ കൈകൊണ്ട് തുന്നി പിടിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ 10 രൂപ വില വരുന്ന 9 ത്രെഡ് റോളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ 90 രൂപയാണ് ഈ ഒരു ഫ്ലോർ മാറ്റ് ചെയ്തെടുക്കാൻ വന്നിട്ടുള്ള വില. അപ്പോൾ വലിയ ഫ്ലോർ മാറ്റൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ലാഭമാണോ നഷ്ടമാണോ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല തോന്നുന്നു. വലിയ ലാഭവും തോന്നുന്നില്ല, എന്നാൽ നഷ്ടവും തോന്നുന്നില്ല. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ത്രെഡ് വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ചൊരു വില കുറച്ച് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഫ്ലോർ മാറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ കാണാൻ തരക്കേടൊന്നുമില്ല, അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ 12 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളവും ഉള്ള ഒരു ഫ്ലോർ മാറ്റാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.
നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.